ഈ കാലം വരെ സമസ്തയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ പിന്നെ സമസ്തയുടെ സ്ഥാനങ്ങളിലേക്ക് കയറി വന്നാൽ അവർക്ക് എന്തിനെ കുറിച്ചാണ് അറിയാം? അവർക്ക് എന്തിനെ കുറിച്ചാണ് പറയാൻ ധൈര്യം ഉണ്ടാവുക? ഈ കാലം വരെ ഒന്നും സമസ്തന്റെ ഒരു കേട്ടിലും പാട്ടിലും ഇല്ല. സമസ്തന്റെ കഴിഞ്ഞ കാല ചരിത്രവും അറിയില്ല. സമസ്തയുമായി ഒരു ബന്ധവുമില്ല. അങ്ങനത്തെ ആളുകൾ ഇന്ന് വന്ന് സമസ്തയിൽ വന്ന് വലിയ ഗതാക്കളാന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഒന്നും അറിയാത്തവർ എന്ത് നേതൃത്വമാണ് അവർക്ക് കിട്ടുക? ഇതാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സമസ്തന്റെ പ്രസിഡന്റ്, സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അയാൾ സമസ്തയുടെ ഒരു ചരിത്രവും പറയാൻ കിട്ടില്ല. അതുകൊണ്ട് സമസ്തയുടെ ചരിത്രം മുൻകാല ചരിത്രമൊന്നും വേണ്ട. ഈ സമസ്തയല്ല ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത്, അതിന്റെ ആശയം ആദർശം എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ മതി. അത് മനസ്സിലാക്കാൻ വരെ കഴിയാത്തവർ സമസ്തയുടെ ആളുകളായി അതിൻ്റെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്നവരായി ഒക്കെ പറഞ്ഞാൽ എന്താണ് അതിനൊക്കെ നാം പറയേണ്ടത്? അതുകൊണ്ട് സമസ്തയല്ല ജമിയത്തുൽ ഉലമ എന്താണ്, അതിൻ്റെ ആദർശം എന്താണ്, അതൊക്കെ ഒന്ന് അടുത്തറിഞ്ഞ് അങ്ങനത്തെവരാണ് സമസ്തയുടെ പിന്നിൽ സമസ്തയുടെ അനുയായികളായി നിരക്കേണ്ടത്. സമസ്തയുടെ അനുയായികൾ എന്ന് പറയാൻ സമസ്ത എന്തിനാണ് ഇവിടെ നിലകൊള്ളുന്നത്, അതിനാശയം ആദർശം എന്താണ് എന്ന് ഇന്ന് വരെ പഠിക്കാൻ പോലും തയ്യാറാവാത്തവരാണ് സമസ്ത വലിയ സംഗതിയായി പ്രസംഗിക്കുന്നത്. ഞാൻ ഒരിക്കൽ ഇവരോട് ചോദിച്ചു, സമസ്തയെക്കുറിച്ചൊന്നും പറയണ്ടാണ്. സമസ്തയുടെ 40 മുസാവർ അംഗങ്ങൾ, ആ അംഗങ്ങളെ പേര് മാത്രം, പേര് മതി. ആൾക്കാരുടെ ഇടയിൽ വെച്ച് പറയാൻ കഴിയുമോ? എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ കൂട്ടിയാൽ തന്നെയും സമസ്തയുടെ നേതൃസ്ഥാനത്തുള്ള ആലിമയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. ഉലമാക്കളുള്ള മഹാന്മാരായ വലിയ വലിയ ഉസ്താദുമാർ, അലിമ്യങ്ങൾ, ആരിഫ്യങ്ങൾ അടക്കം അതിൽപ്പെടും. അങ്ങനത്തെ വലിയ മഹത്വമുള്ളവർ ഒരുമിച്ച് കൂടിയ ഒരു വലിയ സംഘടനയാണ് സമസ്തയിൽ ജമിയത്തുൽ ഉലമ. ആ ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം ഇന്നുള്ള നേതാക്കൾ ഇവിടെ ഇരിക്കുന്നു. ബഹുമാനമുള്ള സുൽത്താനുൽ ഉലമ, ആ ഉസ്താദിനെ പോലെ ഒരാളെ കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പേര് പറയാൻ കഴിയുമോ അങ്ങനത്തെ ഉസ്താദുമാര്?